വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡേറ്റ്സും നാരങ്ങയും ചേർന്ന ഒരു അച്ചാറാണ്. ഈ അച്ചാർ നമുക്ക് ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്, ചോറിനാൻ നല്ല രുചിയാണ്. നമുക്കപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കടയിൽ ചെന്നപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഡേറ്റ്സിൻ്റെ സീസണാണ്. ചൂട് കൂടുമ്പോൾ ഡേറ്റ്സ് പഴുക്കും എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ നല്ല ചൂട് കാലത്തേക്ക് എത്തിയിട്ടുണ്ട്. 250 ഗ്രാം ഡേറ്റ്സും 250 ഗ്രാം നാരങ്ങയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തുടങ്ങാം. അച്ചാറിനായി ഞാൻ ഉലുവ ആദ്യം വറുത്ത് തണുക്കാനായി മാറ്റിവെച്ചു. കുഞ്ഞുള്ളി, ഞാൻ എല്ലാ അച്ചാറിലും കുഞ്ഞുള്ളി ചേർക്കും കേട്ടോ, കേടാവുകയൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഈ അച്ചാർ ഒരുപാട് നാളത്തേക്ക് വേണ്ടി, ഞങ്ങൾ വളരെ കുറച്ച് അച്ചാർ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി നാളിത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ നല്ലെണ്ണയാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ നല്ലെണ്ണയിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴന്നു വരണം. ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഇടുന്നതെന്നുണ്ടെങ്കിൽ അച്ചാറിൽ ഒരിക്കലും കേട് സംഭവിക്കില്ല, പൂപ്പിൽ വരില്ല. പിന്നെ നല്ലെണ്ണയുടെ അളവ് കുറച്ച് കൂടിയും നിൽക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും നന്നായിട്ട് വഴറ്റിയിട്ടാണ് മസാലപ്പൊടികൾ ചേർക്കാറുള്ളത്. അതിനായി ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ഓരോരുത്തരുടെ എരിവിനും മുളക് പൊടിയുടെ ടെക്സ്ചറിനും എല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. കൈയളവ് കൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ അളന്ന് സ്പൂണിൻ്റെ അളവുകളെല്ലാം നോക്കി ചെയ്യാൻ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അല്ല എങ്കിൽ എനിക്ക് കൈയളവാണ് മുഖ്യം. അപ്പോൾ എൻ്റെ അമ്മച്ചി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ അത് കണ്ട് പഠിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് അളന്ന് ഫുഡ് ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് ഞാനൊരു 3.5 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 3 സ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ പഞ്ചസാരയുമാണ്. അച്ചാറുകൾക്ക് ഉപ്പ് എന്ന് പറയുന്നത് മുമ്പിട്ട് നിൽക്കണമെന്നാണല്ലോ, പക്ഷെ ഞാൻ ഉപ്പ് കുറച്ചാണ് ഉപയോഗിക്കാറുള്ളൂ. ഞാൻ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം വളരെ കുറച്ച് ഉപ്പിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ അച്ചാറുകളോട് വലിയ ഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിമാരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴും ഞാൻ അങ്ങനെയൊന്നും പോയിരുന്നില്ല. പക്ഷേ നെടുങ്കണ്ടം വീട്ടിലെ ഫ്രിഡ്ജ് തുറന്നാൽ അതിൽ ആ പറമ്പിൽ കിട്ടുന്ന സർവ്വ സാധനങ്ങൾ കൊണ്ടും അച്ചാറുണ്ടാക്കുന്ന വിരുദ്ധയാണ് ഞങ്ങളുടെ മമ്മി. ഇപ്പോൾ ഇതേ വെള്ളം വറ്റി, അത് ആ നാരങ്ങയുടെ വെള്ളമെല്ലാം ഇറങ്ങി നന്നായി കുഴഞ്ഞ് ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വെള്ളം കൂടുതലായിട്ട് വേണ്ട കൺസിസ്റ്റൻസി ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ മതി. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച്.